നമസ്കാരം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ മാസ് ഡയലോഗുകളിലെ ഏറ്റവും വലിയ മാസ് ഡയലോഗാണ് അദ്ദേഹം ഇ ഡിക്കെതിരെ പുറത്തെടുത്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, നമുക്കറിയാം എല്ലാ രാജ്യത്തും അത്ര ഏജൻസികളുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അവരെ ദുരുപയോഗം ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെതിരെ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ വളരെ പവർഫുൾ ആണ്, വൈറലുമാണ്. അത് പറയുക മാത്രമല്ല, ട്വിറ്ററിൽ ഇ ഡിയുടെ ആളെ, അതായത് ഇ ഡിയുടെ തലവനെ അദ്ദേഹം ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇതാണ്: ചക്രവ്യൂഹ് സ്പീച്ച് പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇ ഡിയിലെ ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് എനിക്കെതിരെ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് അടുത്തിടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ റെയ്ഡിന് വരികയാണെങ്കിൽ അവർക്ക് ചായയും ബിസ്ക്കറ്റും ഞാൻ കൊടുക്കാം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ കോൺഫ്രണ്ടേഷനിലാണ്, അല്ലെങ്കിൽ വളരെ റിന്യൂഡ് കോൺഫിഡൻസ് ആണ്. അത്രയും ആത്മവിശ്വാസത്തോടെ ഇ ഡിയെ വെല്ലുവിളിക്കാൻ പലപ്പോഴും ആർക്കും കഴിയാറില്ല. പലപ്പോഴും ഇ ഡിയെ പലർക്കും പേടിയാണ്, അല്ലെങ്കിൽ പലപ്പോഴും ഈ നമ്മുടെ ഏജൻസീസ് ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. അത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതായത് നമ്മുടെ ഷാറൂഖ് ഖാന്റെ മോന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അത് ദുരുപയോഗം ചെയ്തത്. റിയ ചക്രവർത്തിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അത് ദുരുപയോഗം ചെയ്തു. സോറൻ എന്ന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അത് ദുരുപയോഗം ചെയ്തു. പലപ്പോഴും CBIയും ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും വ്യാപകമായ പവേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ ഇവിടെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും കണക്കുകളും എടുത്ത് കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ എല്ലാ രാജ്യത്തും എളുപ്പമാണ്, ഇന്ത്യയിലും എളുപ്പമാണ്. അപ്പോ ഇ ഡിയിലെ ചില ആൾക്കാർക്ക് രാഹുൽ ഗാന്ധിയെ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയിൽ പെടുന്ന ചില ആൾക്കാർ രാഹുൽ ഗാന്ധിയെ ട്രാപ്പ് ചെയ്യുമെന്നും ആ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യതകളാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത്. ഇന്ന് വളരെ പവർഫുൾ ആയിട്ട് അഭിഷേക് മനു സിംഗ്വി, സുപ്രീം കോടതിയിലെ വളരെ മുതിർന്ന അഭിഭാഷകനാണ്. അഥവാ ഇ ഡി രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കോഫിനിലെ അവസാനത്തെ ആണിയായിരിക്കും, ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും അടിക്കുക എന്ന് പറയുകയുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ മാത്രമല്ല ഈ എനർജി കാണിക്കുന്നത്, കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ലോകസഭാ അംഗത്വം റദ്ദാക്കുകയും മറ്റും ചെയ്തിരുന്നു. അപ്പൊ രാജ്യവ്യാപകമായി ശ്രീ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ തരംഗം ഉണ്ടായി. പലപ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, എക്സസ് വന്നാൽ, ഓവറാക്കിയാൽ, അമിതമായി എന്തെങ്കിലും അമിതാധികാര പ്രയോഗം വന്നാൽ സാധാരണ ജനങ്ങൾ ആ ഭാഗത്തേക്ക് ഭയങ്കരമായി ചായുന്നത് കാണാം. അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി ഇത്രയും പവർഫുൾ ആയി നിൽക്കുന്ന അവസരത്തിൽ ഇ ഡിയുടെ ഒരു റെയ്ഡ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അഥവാ റെയ്ഡ് ഉണ്ടാകുകയാണെങ്കിൽ അത് രാജ്യവ്യാപകമായി ഭരണവിരുദ്ധ വികാരമായി മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം, ചക്രവ്യൂഹം എന്ന പ്രസംഗം വളരെ പ്രസിദ്ധമായി സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയെ നിയന്ത്രിക്കുന്ന 6 ആൾക്കാർ ആരൊക്കെയാണ് എന്ന് കാണാൻ ഈ വീഡിയോയിൽ നോക്കിയാൽ മതി. മുമ്പ് ചെയ്ത വീഡിയോയും കാര്യങ്ങളും ഉണ്ട്, അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിശക്തമായി ശ്രീ രാഹുൽ ഗാന്ധി ഇ ഡിയെ വെല്ലുവിളിച്ചത് ഒരർത്ഥത്തിൽ ആശ്വാസജനകവുമാണ്. കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ എല്ലാ കാലത്തും എല്ലാ അന്വേഷണ ഏജൻസികളും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആ ആരോപണങ്ങളുടെ തോത് വളരെ കൂടുതലാണ്. അത് വ്യത്യസ്ത ഗവൺമെന്റുകൾ, നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആൾക്കാർ, സോറൻ അടക്കമുള്ള ആൾക്കാർ, അപ്പോൾ ഇതൊക്കെ ഫ്ലിംസി കേസുകളാണ്. ആത്യന്തികമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ BJP സപ്പോർട്ടർ ആകാം, കോൺഗ്രസ് ആകാം, CPM ആകാം, ആപ്പ് ആകാം, 2G സ്പെക്ട്രം എന്ന് ഓർമ്മ കാണും. 1,76,000 കോടി ഇന്ത്യയിൽ നിന്ന് കട്ടുകൊണ്ടുപോയി തുടങ്ങിയ വ്യാപകമായ പ്രചരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ അടക്കമുള്ള ആൾക്കാർ അതിൽ വീണ് അതിനെതിരെ പ്രക്ഷോഭത്തിനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. നമ്മൾ അണ്ണാ ഹസാരെ പരിപാടിക്ക് അടക്കം ഡൽഹിയിലടക്കം പോയി. അവസാനം എന്താ കോടതിയിൽ വന്നപ്പം കണ്ടത്? കനിമൊഴി 6 മാസം ജയിലിൽ കിടന്നത് വെറുതെയായി, അല്ലെങ്കിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് വെറുതെയായി. എന്തുകൊണ്ടാണ്? ഇതൊക്കെ പ്രൊപ്പഗാൻഡ ടൂൾസ് ആയിട്ട് പലപ്പോഴും കൊണ്ടുവരുന്നതാണ്. അതായത് ഏറ്റവും മുറിവുള്ള കേസ് വെച്ച് അതിശക്തമായൊരു കേസ് ഉണ്ടാക്കും, മാധ്യമങ്ങളിലൂടെ ശക്തമായി പ്രചരിപ്പിക്കും. മീഡിയ പ്രഷറും മറ്റും കാരണം, ഏജൻസികളുടെ മേലുള്ള സമ്മർദ്ദം കാരണം അവരെ അറസ്റ്റ് ചെയ്യിക്കും. പിന്നെ കുറച്ചു കാലം കോടതിയിൽ 2 ആഴ്ച കഴിയട്ടെ, 3 ആഴ്ച കഴിയട്ടെ, ഞങ്ങൾ കൂടുതൽ തെളിവ് തരാമെന്നൊക്കെ പറഞ്ഞ് ഇത് ഡിലേ ചെയ്ത് കൊണ്ടുപോകും. ഇത് ഒരു സർക്കാരിനും ചേർന്നതല്ല. അത് ഇടതോ വലതോ മധ്യമോ ഒന്നുമില്ല, പല സർക്കാരുകളും ചെയ്യാറുണ്ട്. ഒരു സർക്കാരും ചെയ്തുകൂടാത്ത കാര്യവുമാണ്. കാര്യം അന്വേഷണ ഏജൻസികളെ ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത്. ഈ മനുഷ്യന് ഭ്രാന്തായാൽ ചങ്ങലക്കിടാം, പക്ഷെ ചങ്ങലയ്ക്ക് ഭ്രാന്തായാൽ എന്ത് ചെയ്യും എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ചങ്ങലകളാണ് യഥാർത്ഥത്തിൽ CBIയും ED യും എല്ലാം. തെറ്റുകാർക്കെതിരെ മാത്രം, അത് രാഹുൽ ഗാന്ധിക്കെതിരെ, അരവിന്ദ് കെജ്രിവാളിനെതിരെ, സോറനെതിരെ ദുരുപയോഗം ചെയ്യാനുള്ള ടൂൾസ് അല്ല എന്ന തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് ഉണ്ടാകണം. അപ്പൊ ശ്രീ രാഹുൽ ഗാന്ധി ED റെയ്ഡ് ഉണ്ടാകുമോ, ആ ED റെയ്ഡ് വരികയാണെങ്കിൽ ചായയും ബിസ്ക്കറ്റും തരാമെന്ന് പറഞ്ഞത് ഈ EDയെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോലും ഉണ്ട്. ED വിളിച്ചാൽ വിളി കേൾക്കുന്ന അപ്പുറത്തിരിക്കുന്ന മാമനാണ് എന്ന് തെറ്റിദ്ധരിച്ച് ചില ആൾക്കാർ ഇപ്പൊ EDയെ വിളിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇനിയെങ്കിലും ഒരു പുനർചിന്തനം വേണം. ആ ED ചെന്നാൽ അവർക്ക് ചായയും ബിസ്ക്കറ്റും കിട്ടും. രാഹുൽ ഗാന്ധിയുടെ ആതിഥ്യം സ്വീകരിച്ച് EDയുടെ ആൾക്കാർ പോയി ചായയും ബിസ്ക്കറ്റും മേടിക്കട്ടെ. പക്ഷേ ED ആട്ടെ, EDയിൽ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, CBIയിലുണ്ട്. നമ്മുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്ന സേതുരാമയ്യർ, CBI ഒക്കെ CBIയിലെ ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരും കൂടി ഇൻസ്പയർഡ് ആണ്. അപ്പൊ ED ആകാം, CBI ആകാം, ഇൻകം ടാക്സ് ആകാം, ഇതൊക്കെ അന്വേഷണത്തിനുള്ള ഏജൻസികളാണ്.
അലമ്പാക്കാനുള്ള ഏജൻസികളല്ല, കുടുക്കാനുള്ള ഏജൻസികളല്ല. രാജ്യത്തിന്റെ ക്രമം നല്ല രീതിയിൽ പോകേണ്ടതാണ്. അപ്പോൾ ഇ ഡിക്കെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ മാസ് ഡയലോഗ്, ഇ ഡി പേടിയുള്ളവർ, മോഡിയെ പേടിയില്ല, ഇ ഡിയെ പേടിയില്ല തനിക്ക് എന്ന് രാഹുൽ ഗാന്ധി ശക്തമായി പറയുന്നത് BJP-യിലെയും കോൺഗ്രസിലെയും CPM-ലെയും ആപ്പിലെയും എല്ലാ പാർട്ടികളിലും ഏജൻസികളെ ദുരുപയോഗം ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്നവർക്കുള്ള ശക്തമായൊരു സപ്പോർട്ടാണ്. അങ്ങനെ ആരും ഏജൻസികളെ മിസ്യൂസ് ചെയ്യാതിരിക്കട്ടെ, നമ്മുടെ രാജ്യം നന്നായി പോട്ടെ, ഇ ഡി നന്നാകട്ടെ, CBI നന്നാകട്ടെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നന്നാകട്ടെ. നമ്മുടെ ഏജൻസികൾ കള്ളക്കേസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളവരല്ല, പകരം പൊളിറ്റിക്കൽ ടൂൾ അല്ല, പകരം രാജ്യത്തിന്റെ ക്രമം നിലനിർത്തേണ്ടവരാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമസ്കാരം, ജയ് ഹിന്ദ്.